എനിക്കൊന്ന് ഉപ്പും മുളകിലെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ റോളായി കാണും ഇപ്പോൾ അല്ലേ? കാര്യം എല്ലാ ദിവസവും ഇതല്ലേ, രാവിലെ എണീറ്റ് ഉപ്പും മുളക് കാണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം LED ഒരു ഉപ്പും മുളകിൽ തന്നെ ഒരു സംഭവം കാണിക്കാം. കള്ളൈ പരമ കള്ളൈ കൊള്ളാണോ പോയിട്ട് വരണ്ട ബാസിയാണ്. നിങ്ങൾ ഇറങ്ങിപ്പോ നീലു ഇറങ്ങി പോകണം. ഓ ചെല്ല് ഓ ഇവിടെ കയറി വന്നിട്ട് എന്റെ അളിയനെ ചീത്താക്കി എന്റെ പെങ്ങളെ പോടാ. വേണ്ടെങ്കിൽ വേണ്ട, ഇടാത്തവന്മാരുണ്ട് ഇവിടെ. എന്തായിരുന്നു നിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഡയലോഗ് പറഞ്ഞിരുന്നപ്പോ ഇവന് ഈ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സീൻ എടുത്തോണ്ട് നിൽക്കുമ്പോ ഇത് അറിയാതെ താഴെ പോയി ഇല്ലേ? അല്ല ഇത് സ്ക്രിപ്റ്റിലില്ല. അറിയാതെ ഊരിപ്പോയി താഴെ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവന് മനസ്സിലായി എന്താ ഊരി പോകുന്നു എന്നുള്ളതല്ലേ? ഓക്കെ, അത് പിന്നെ അത് സീൻ അങ്ങനെ കൊണ്ടുപോയി. അല്ല ഇത് നമ്മളിങ്ങനെ എയർ കിട്ടോ? ഇങ്ങനെ തന്നെ ചിരിച്ചിട്ടില്ല, ബാക്കി വിട്ടിട്ടില്ല. ഇത് ബിഗൈൻ ദ സീൻ വിട്ടിട്ടില്ല. ഇത് ഊരണത് ഇൻസ്റ്റയില് പോയി. ഇൻസ്റ്റയിൽ ഇത് വൈറലായിരുന്നു, ഈ ഷോർട്സ് ഊരി പോയത്. ഡയലോഗ് പറഞ്ഞിരിക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോ ഞാൻ ഇത് കാണുന്നുണ്ട്. ഇത് ഊരി താഴോട്ട് ഞാൻ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചോണ്ടിരിക്കണോ? അപകടം വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. ഇത് ഭയങ്കര നല്ല മനോഹരമായിട്ട് ആ സീൻ നടക്കുകയാണ്. കട്ട് ചെയ്ത് അത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിങ്ങനെ കാണുന്നുണ്ട്. ദൈവം ഇത് താഴോട്ട് പോവോ? അറിയാവുന്ന ഞാൻ നോക്കുമ്പോ താഴോട്ട് പോയെന്ന് മാത്രമല്ല ഊരിയെടുത്ത് കൈ പിടിച്ചിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല നമുക്ക്. കാര്യം സീനിന്റെ ആ തീവ്രത കുറയ്ക്കുകയും വേണ്ട, മിണ്ടാന്നല്ലേ? ഓക്കെ, ശരിക്കും നിഷയുടെ ഒരു സ്പോട്ടിൽ ഇതുപോലെയൊക്കെ ചില തമാശ ഉണ്ടാകുമ്പോഴേ ഈ കൈവച്ച് മറയ്ക്കുന്നുണ്ടെങ്കിൽ അപകടമുണ്ട്. അതിനകത്ത് കണ്ടു ഞാൻ ഇങ്ങനെ അല്ലേ? അത് എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നത് അതല്ലേ? ഞാൻ ഇതിനകത്ത് വളരെ പ്രകടമാണ് അത്. ഓക്കെ, ഈ ബാലു നീലു നിങ്ങൾ അടി കൂടുന്നതാണോ പ്രേക്ഷകർക്ക് ഇഷ്ടം, അതോ നിങ്ങൾ ലോകിയായിട്ട് പോകുന്നതാണോ? എങ്ങനെ, അതോ റൊമാൻസ് ആണോ? രണ്ടും ഇഷ്ടമാണ്. കാരണം അവർക്കറിയാം അടി കൂടി കുറച്ച് കഴിയുമ്പോ അവരാ പിന്നെ പ്രേമമാണ് കാണിക്കണേന്ന് അറിയാം. ബിജുന് ഏതാ കംഫർട്ട്? റൊമാൻറ്റിക് ആവുന്നതാണോ? ബിജുന് ഭയങ്കര റൊമാൻസ് ആണ്. വയസ്സാം കാലത്ത് അല്ലേ? എപ്പോ നോക്കിയാലും ഭാര്യയുടെ പുറകെ കിടക്കല്ലേ അല്ലേ? വയസ്സാം കാലത്ത് പുള്ളി ഉമ്മ ചോദിക്കല് എന്തൊക്കെയാണ്. പക്ഷെ ബേസിക്കലി പുള്ളിക്ക് ലൈഫിൽ ഇതൊന്നും വരാറില്ല ആണല്ലേ? അതുകൊണ്ടാണ് പുള്ളിങ്ങനെ ആയി പോകുന്നല്ലേ? ഇതൊക്കെ വലിയ ആരോപണങ്ങളല്ലേ? അതിപ്പോ ഒരു വിധപ്പെട്ട എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ തന്നെ. ഇദ്ദേഹത്തിന് മാത്രം കഥയല്ല. എല്ലാവരും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കര പ്രണയമായിരിക്കും ഭാര്യയുടെ അടുത്ത്. നീയില്ലാതെ എനിക്ക് ജീവിതമില്ല, നീ ഉണ്ടെങ്കിൽ മാത്രമേ കഞ്ഞൂടി. എന്താ പറയുക, പ്രണയിച്ച് കിടക്കുമ്പോൾ ഉപ്പും മുളകിന്റെ പ്രശ്നമില്ല, മണ്ണെണ്ണയുടെ പ്രശ്നമില്ല, പിണ്ണാക്ക് വാങ്ങിക്കണ്ട, ഇതെല്ലാം വാങ്ങിക്കണമല്ലോ. പിന്നെ കൃത്യമായിട്ട് കാശ് വേണം അല്ലേ? ഇതെല്ലാം പ്രശ്നം ജീവിതത്തിന്റെ ഒരു. പക്ഷെ ഈ ടെൻഷനിൽ എവിടെയും അവർക്ക് ഏതെങ്കിലും വേറെ ഒരു പെണ്ണ് വിളിച്ചിട്ടുണ്ട് ഭയങ്കര റൊമാൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ മണ്ണെണ്ണ ഇല്ല, അപ്പോഴും ഇതില്ല, ഈ അത്യാവശ്യ സാധനങ്ങളുടെ പ്രശ്നമില്ല. അല്ല, ഈ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും അല്ല നിഷ, സെക്കൻഡ് അങ്ങനെ ഒരാൾ വരുമ്പോഴും ഈ പ്രശ്നം ഇല്ലല്ലോ, ഇല്ലല്ലോ. അതല്ലേ അതിന്റെ കംഫർട്ട് ലെവൽ. അത് അവര് പറയണില്ലെന്നല്ലേ ഉള്ളു, വീട്ടിലെന്നാലും ആ വിഷയം ഉണ്ടല്ലോ. അപ്പൊ മധുരം കൊടുക്കാൻ അറിയാം, അല്ല മേടിക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ? അത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് അതായത് ഉത്തമ ഇല്ല ഇതെന്താ വിഷയാവോന്ന് മനസ്സിലായി. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്തല്ലേ? സാറിന് മനസ്സിലായല്ലോ. എനിക്ക് ആദ്യം മനസ്സിലായി. ഇത് കള്ളൻ, ഭയങ്കര കള്ളത്തല്ലോ എന്റെ പൊന്നു.